സെക്ഷൻ ഫോർമുല എന്താണ് എന്നൊന്ന് നമുക്ക് പഠിക്കാം. അതായത് ഇവിടെ ഒരു പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ്, അതിന്റെ കോർഡിനേറ്റ് x1, y1. ഇവിടെ ഒരു പോയിന്റ് x2, y2. അപ്പൊ ഇത് തമ്മിൽ ഒരു ലൈനാണ്. ഓക്കെ, ഇനി ഇതിനിടക്കൊരു പോയിന്റ്, ഈ ലൈനിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് പി ആണ്. അവിടുത്തെ കോർഡിനേറ്റ് എക്സും വൈയും ആണ്. ഓക്കെ, ഇനി ഈ ലൈനുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന റേഷ്യോ നമുക്കറിയാം. അത് M1ഉം M2 ആയിട്ടാണ്. M1:M2 ആണ് ഇത് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന റേഷ്യോ. ഈ ഭാഗം M1 ആണെങ്കിൽ ഈ ഭാഗം M2 റേഷ്യോ ആണ്. ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന റേഷ്യോ അറിയാം, അറ്റത്തെ രണ്ട് കോർഡിനേറ്റുകളും അറിയാമെങ്കിൽ ഈ ഡിവൈഡ് ചെയ്ത പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. നോക്കാം കേട്ടോ. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ M1 × x2 പ്ലസ് M2 × x1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇത് ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയാം. ഇയാള് ഇൻറ്റു അവിടത്തെ എക്സ് കോർഡിനേറ്റ് പ്ലസ് അയാള് ഇൻറ്റു ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഇയാള് പ്ലസ് അയാള്. അങ്ങനെ ഓർത്തിരുന്നാൽ എളുപ്പമാണ്. ഒന്നുകൂടി പറയാം. ദിസ് വൺ ഇൻറ്റു ദാറ്റ് എക്സ് കോർഡിനേറ്റ് പ്ലസ് ദാറ്റ് വൺ ഇൻറ്റു ദിസ് എക്സ് കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ദിസ് വൺ പ്ലസ് ദിസ് വൺ ദാറ്റ് വൺ. ഓക്കെ, മലയാളത്തിൽ പറയുന്നതാണ് കുറച്ചും കൂടി രസം. ഇയാള് ഇൻറ്റു അവിടത്തെ എക്സ് കോർഡിനേറ്റ് പ്ലസ് അയാള് ഇൻറ്റു ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഇയാള് പ്ലസ് അയാള്. ഇത് തന്നെയാണ് y കോർഡിനേറ്റ് കാണാനായിട്ട്. M1 × y2 പ്ലസ് M2 × y1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഫോർമുലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഇയാള് അയാള് എന്നുള്ള കാര്യമാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിക്ക് നമുക്ക് സെക്ഷൻ ഫോർമുല കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം പലപ്പോഴും എക്സും വൈ ഒക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് പിടിച്ച സാധനങ്ങളാണ്. ഇവിടത്തെ ആള് ഇൻറ്റു അവിടത്തെ എക്സ് കോർഡിനേറ്റ് പ്ലസ് അവിടത്തെ ആള് ഇൻറ്റു ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഇവിടത്തെ ആള് പ്ലസ് അവിടത്തെ ആള്. അപ്പൊ എക്സ് കോർഡിനേറ്റ് ആയി. ഇതേ മെത്തേഡ് തന്നെ വൈക്ക്. ഓക്കെ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് 4, -3 ആൻഡ് 8, 5 ഇൻ ദ റേഷ്യോ 3:1 ഇന്റേണലി. നമുക്ക് ഇതൊന്ന് ചിത്രമായിട്ട് വരക്കാം. ഒരു ലൈൻ സെഗ്മെന്റ്, ആ പോയിന്റുകൾ ഒരറ്റത്തെ പോയിന്റ് 4, -3 ആണ്, മറ്റേ അറ്റത്തെ പോയിന്റ് 8, 5 ആണ്. അതിനെ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 3:1 ഇന്റേണലി. ഇന്റേണലി എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ ഇവിടെ എത്രയാണ് ഇവിടെ എത്രയാണെന്ന് പറയുന്നതാണ് ഇന്റേണലി എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണലി ഒരു കാര്യമുണ്ട്, അതിപ്പോ നമുക്ക് സിലബസിൽ ഇല്ലാത്തതാണ്. ഇന്റേണലി ഇത് ഡിവൈഡ് ചെയ്യുന്ന 3:1 റേഷ്യോയിലാണ്. ഈ കോർഡിനേറ്റ് അറിയാം, ഈ കോർഡിനേറ്റ് അറിയാം. ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. വെറുതെ ഞാൻ പഠിച്ച ഫോർമുല ഒന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എക്സ് കാണാനായിട്ട് ഇവിടത്തെ ആള് ഇൻറ്റു അവിടത്തെ എക്സ് കോർഡിനേറ്റ് പ്ലസ് അവിടത്തെ ആള് ഇൻറ്റു ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഇവിടത്തെ ആള് പ്ലസ് അവിടത്തെ ആള്. നമുക്ക് വാല്യൂസ് കൊടുക്കാം, ശ്രദ്ധയോടുകൂടി വാല്യൂസ് കൊടുക്കാം. ഇവിടത്തെ ആള് 3 ഇൻറ്റു അവിടത്തെ എക്സ് കോർഡിനേറ്റ് പ്ലസ് 8 പ്ലസ് അവിടത്തെ ആള് ഇൻറ്റു ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് 1 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ ഇവിടത്തെ ആള് പ്ലസ് അവിടത്തെ ആള് 3 + 1. അപ്പൊ നമുക്ക് 3 8s are 24 പ്ലസ് 4/4. അപ്പോൾ ഇത് 28/4 എന്നുള്ളത് 7 4s are 28. ഇതേപോലെ നമുക്ക് y കോർഡിനേറ്റും കണ്ടുപിടിക്കാം. ഞാൻ ഫോർമുലയൊക്കെ എഴുതിയിട്ടുണ്ട്. M1 × y2 പ്ലസ് M2 × y1 പ്ലസ് M1 പ്ലസ് M2. അതൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ ഫോർമുല വെറുതെ കണക്ക് ചെയ്യാൻ വേണ്ടി അവിടെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇവിടത്തെ ആള് ഇൻറ്റു അവിടത്തെ എക്സ് കോർഡിനേറ്റ് എഴുതാം. 3 എക്സ് കോർഡിനേറ്റ് അല്ല, y കോർഡിനേറ്റ് 3 × 5 പ്ലസ് അവിടത്തെ ആള് ഇൻറ്റു ഇവിടത്തെ y കോർഡിനേറ്റ് 1 × -3 ഡിവൈഡഡ് ബൈ ഇവിടത്തെ ആള് പ്ലസ് അവിടത്തെ ആള് 3 + 1. ഇത് 5 3s are 15. 15 1 × -3 എന്ന് പറഞ്ഞാൽ -3 ഡിവൈഡഡ് ബൈ 4. 12/4. 12നെ 4 കൊണ്ട് 3 4s are 2. അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് പോയിന്റ് പി യുടെ എക്സ് കോർഡിനേറ്റ് 7 ആണ്, y കോർഡിനേറ്റ് 3 ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഫോർമുലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ വാട്ട് റേഷ്യോ ഡസ് ദ പോയിന്റ് -4, 6
ഡിവൈഡ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് എ ആൻഡ് ബി. നമുക്ക് ആദ്യം ചിത്രം ഒന്ന് വരക്കാം. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് റേഷ്യോയിലാണ് ഈ പോയിന്റ്, അതായത് ഈ പോയിന്റ് -4,6 ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ റേഷ്യോ ആണ്, അതായത് M1 ഉം M2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. M1 കണ്ടുപിടിക്കണം, M2 കണ്ടുപിടിക്കണം. ഇത് എന്ത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യണമെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയുള്ള കണക്കുകൾ വരുമ്പോൾ നമ്മൾ M1 എന്നും M2 എന്നും കൊടുക്കാതെ ഇതിന് നമ്മൾ വേറൊരു രീതിയിൽ കൊടുക്കും. ശ്രദ്ധിക്കണേ, നമ്മളിങ്ങനെ കൊടുക്കുന്നത് K:1 എന്ന് കൊടുക്കും. M1 എന്നും M2 എന്നും കൊടുക്കാതെ K:1 എന്ന് കൊടുക്കും. M1 എന്നും M2 എന്നും കൊടുക്കാതെ K:1 എന്ന് കൊടുക്കും. അതാണ് കളി. ഓക്കെ, ഇനി നമ്മുടെ ഫോർമുല എഴുതും അല്ലെ. ഇത് കിട്ടാനുള്ള ഫോർമുല എന്താണ്? ഇയാള് ഇൻറ്റു അവിടത്തെ എക്സ് കോർഡിനേറ്റ് പ്ലസ് അയാള് ഇൻറ്റു ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഇയാള് പ്ലസ് അയാൾ. അതൊന്ന് എഴുതാം. ദാ നോക്കൂ, ഈ എക്സ് കോർഡിനേറ്റ് കിട്ടുവാൻ അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല. ഇയാള് ഇൻറ്റു അവിടത്തെ എക്സ് കോർഡിനേറ്റ്, അതായത് -4 = K ഇൻറ്റു 3 പ്ലസ് അയാള് ഇൻറ്റു ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് 1 ഇൻറ്റു -6 ഡിവൈഡഡ് ബൈ ഇയാള് പ്ലസ് അയാൾ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാവും? -4 = 3K 1 ഇൻറ്റു -6 എന്ന് പറഞ്ഞാൽ -6 ഡിവൈഡഡ് ബൈ K + 1. ഈ K + 1 ഇപ്പുറത്തേക്ക് വരുന്നു, -4ന്റെ അടുത്തേക്ക് K + 1 വരുന്നു, ഈക്വൽ ടു 3K - 6. ബാക്കി ഇപ്പുറത്ത് ചെയ്യാൻ വേണ്ടിയാണ്. -4 × K -4K -4 × 1 -4 ഈക്വൽ ടു 3K - 6. ഈ -4K അങ്ങോട്ട് പോട്ടെ, ഈ -6 ഇപ്പുറത്തേക്ക് വരും. -4ന്റെ അടുത്തേക്ക് -6 വരുമ്പോൾ +6 ആവും, ഈക്വൽ ടു 3Kയുടെ അടുത്തേക്ക് -4K ചെല്ലുമ്പോൾ +4K ആവും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് പോസിറ്റീവ് 2 എന്ന് കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോൾ 7K എന്ന് കിട്ടും. അപ്പോൾ Kയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ 7 ഇങ്ങോട്ട് വരും, 2/7. അപ്പൊ ഇത് Kയുടെ അപ്പൊ ഫ്രാക്ഷൻ ഇങ്ങനെയാണ്. K:1 എന്നുള്ളടത്ത് 2/7:1 ആണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ സാധാരണ ഫ്രാക്ഷൻ ഇങ്ങനെ റേഷ്യോ ഇങ്ങനെ ഒരു ഫ്രാക്ഷനിൽ എഴുതാറുണ്ട്. അപ്പൊ ഈ ഫ്രാക്ഷൻ കളയാനായിട്ട് ഒരു പണി ചെയ്യണം. ഇവിടെ 7 അല്ലേ താഴെക്കണത്, 7 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ഈ 7ഉം ഈ 7ഉം കട്ട് ചെയ്തു, ഇത് 2:7 എന്ന്. അപ്പൊ ഇവര് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:7 ആണ്. ഇതാണ് നമ്മൾ K:1 എന്ന് ഇട്ട് കൊടുത്ത് ഫ്രാക്ഷൻ ആണ് കിട്ടുന്നത് എങ്കിൽ ആ ഫ്രാക്ഷൻ കളയാനായിട്ട് ഇവിടെ എന്താണോ വന്നിരിക്കുന്നത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ആ ആൻസർ അണ്ടർലൈൻ ചെയ്യും. ഇത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:7 ആണ് എന്ന് എടുത്തെഴുതിയാൽ വളരെ നല്ലത്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ട്രൈസെക്ഷൻ, that is points dividing in 3 equal parts of the line segment joining the points A 2, -2 and B -7, 4. ഒന്ന് ചിത്രത്തിലൂടെ റെപ്രസെന്റ് ചെയ്യാം. ഇതാ ഒരു ലൈൻ സെഗ്മെന്റ് AB. എയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2, -2. ബിയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് -7, 4. ഇതിനെ 3 ഈക്വൽ പാർട്ട് ആക്കി. ആ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റുകളുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഇത് P എന്നും Q എന്നും കൊടുക്കാം. പിയുടെ കോർഡിനേറ്റും കണ്ടുപിടിക്കണം, Qയുടെ കോർഡിനേറ്റും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് P കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇതറിയാം, ഇത് ഇപ്പൊ എന്റെ മനസ്സിൽ ഇതില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നോക്കൂ, ഇത് 3 പീസ് അല്ലേ, 3 പീസിൽ 1 പീസാണ് ഇത്. ഓക്കെ, ശ്രദ്ധിക്കണേ, 3 പീസിൽ 1 പീസാണ് ഇത്, 3 പീസിൽ 2 പീസാണ് ഇത്. ഓക്കെ, അപ്പൊ ഇതിന് ഇങ്ങനെ എഴുതാം 1:2. അതായത് ഇത് 1 കഷ്ണം, ഇത് 2 കഷ്ണം. അപ്പൊ റേഷ്യോ കിട്ടി, പോയിന്റ് അറിയാം. ഇനി എനിക്കിത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഞാനിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്നത് പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ്. ഈ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു ഇയാള് ഇൻറ്റു അവിടുത്തെ എക്സ് കോർഡിനേറ്റ് 1 × -7 +
അയാള് ഇൻറ്റു ഇവിടത്തെ എക്സ് കോർഡിനേറ്റ്സ് 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ഇയാള് പ്ലസ് അയാൾ. ഓക്കെ, അപ്പോൾ 1 പ്ലസ് 2 ഇറ്റ് ബിക്കംസ് 1 ഇൻറ്റു -7 എന്ന് പറഞ്ഞാൽ -7 പ്ലസ് 2 2s are 4/3. ഇത് ചെയ്തു വരുമ്പോൾ -3/3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഞാനിവിടെ എഴുതാൻ വേണ്ടി ഈ പിയുടെ എക്സ് കോർഡിനേറ്റ് എനിക്ക് കിട്ടി -1. ഇനി വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. വൈ കോർഡിനേറ്റ് ഈക്വൽ ടു ഇയാള് ഇൻറ്റു അവിടത്തെ വൈ കോർഡിനേറ്റ് പ്ലസ് അയാള് ഇൻറ്റു ഇവിടത്തെ വൈ കോർഡിനേറ്റ്. 1 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ ഇയാള് പ്ലസ് അയാൾ 1 പ്ലസ് 2. ഇറ്റ് ബിക്കംസ് 4 പ്ലസ് -4 ഡിവൈഡഡ് ബൈ 3. ഇത് 0 ആയി പോകും. 0/3 എന്ന് പറഞ്ഞാൽ 0/3 0 എനി നമ്പർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ എനിക്ക് ഈ കോർഡിനേറ്റും കിട്ടി 0. അത് ഓക്കെ, അപ്പൊ ആ കളി കഴിഞ്ഞു. ആ കളി കഴിഞ്ഞാൽ ഇതങ്ങോട്ട് വായിച്ചോളാം. ആ കളി കഴിഞ്ഞു. ഇനി ആ കളിയുടെ കളിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണം? ഇനി ഞാൻ നോക്കാൻ പോണത് ഇതാ ഈ ക്യൂ ആണ് കണ്ടുപിടിക്കാൻ പോണത്. ക്യൂ എന്ന് പറഞ്ഞാൽ പിയുടെയും ബിയുടെയും നടുക്കത്തെ പോയിന്റാണ്. പിയുടെയും ബിയുടെയും നടുക്കത്തെ പോയിന്റാണ്. അപ്പൊ ഞാൻ ഇതാണ് ഇങ്ങനെ എടുക്കും. ഇത് ഒരു ഭാഗം, ഇത് മറ്റൊരു ഭാഗം, ഇത് മറ്റൊരു ഭാഗം. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഞാനിവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ ഇതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിന്റെ കോർഡിനേറ്റ്. അതിന് ഇതൊന്നും എടുക്കണില്ല. ഇതറിയാം, ഇപ്പൊ ഇതറിയാം, ഇതിന് നടുക്കത്തെ പോയിന്റ് കണ്ടുപിടിക്കാം. നടുക്കത്തെ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നാലും ഫോർമുല വെച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. അതെ, ശ്രദ്ധിച്ചോ കേട്ടോ. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പോകണം. എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു ഇയാള് ഇൻറ്റു അവിടത്തെ എക്സ് കോർഡിനേറ്റ് പ്ലസ് അയാള് ഇൻറ്റു ഇവിടത്തെ, അറ്റം വരെ പോകണ്ടട്ടോ, ഇതാണ് എടുക്കുന്നത്, ഇവിടത്തെ എക്സ് കോർഡിനേറ്റ്. അതായത് നമ്മൾ എഴുതുമ്പോൾ 1 ഇൻറ്റു -7 പ്ലസ് 1 ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1. ഓക്കെ, അപ്പോൾ -7 പ്ലസ് -1 ഡിവൈഡഡ് ബൈ 2. അപ്പൊ -8/2 എന്ന് പറഞ്ഞാൽ -4 ആയിരിക്കും ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് ഇടാം. ഇതൊക്കെ വായിച്ചിട്ട് എക്സ് കോർഡിനേറ്റ് എഴുതാം. -4 ആണ് എക്സ് കോർഡിനേറ്റ്. ഇനി ഇതേപോലെ നമ്മൾ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. വൈ കോർഡിനേറ്റ് ഈക്വൽ ടു ഇയാള് ഇൻറ്റു അവിടത്തെ വൈ കോർഡിനേറ്റ് 1 ഇൻറ്റു 4 പ്ലസ് അയാള് ഇൻറ്റു ഇവിടത്തെ വൈ കോർഡിനേറ്റ് 0 ആണ്. 1 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1. സോ ഇറ്റ് ബിക്കംസ് 4 പ്ലസ് ഇത് 0 ആയി പോകും, എഴുതണ്ട. 4/2. 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഇവിടത്തെ വൈ കോർഡിനേറ്റ് 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം പിയുടെ കോർഡിനേറ്റ് -1, 0. ക്യൂവിന്റെ കോർഡിനേറ്റ് -4, 2. ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. ഇനി ഒരു ടിപ്പ് പറഞ്ഞു തരാം. അതായത് നടുക്കത്തെ പോയിന്റ്, ഇപ്പൊ 1:1 എന്ന് പറഞ്ഞാൽ ഇത് സെൻട്രൽ ആണെന്ന് അർത്ഥം. അപ്പൊ ഇത് നടുക്കത്തെ ഈ പോയിന്റിന്റെയും ഈ പോയിന്റിന്റെയും നടുക്കത്തെ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇയാളും കൂടി ആഡ് ചെയ്യുക, എക്സും കൂടി ആഡ് ചെയ്യുക. അപ്പൊ -8 ആവും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ -4 ആവും. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ വൈ കോർഡിനേറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുക. 0 പ്ലസ് 4 ആണ്. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. അതായത് x1 പ്ലസ് x2/2 ചെയ്താൽ എക്സ് കോർഡിനേറ്റ് കിട്ടും. y1 പ്ലസ് y2/2 ചെയ്താൽ വൈ കോർഡിനേറ്റ് കിട്ടും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇഫ് ദ പോയിന്റ്സ് A 6,1, B 8,2, C 9,4 and D P,3 are the vertices of a parallelogram taken in order. Find the value of P. നമുക്ക് ഒരു പാരലോഗ്രത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ആദ്യം തന്നെ ഒരു പാരലോഗ്രാം മാർക്ക് ചെയ്യാം. എയും ബിയും സിയും ഡിയും മാർക്ക് ചെയ്യും. ഓക്കെ, മക്കളെ നോക്കൂ. ABCD എന്ന് പറയുന്ന പാരലോഗ്രാം. എയുടെ പോയിന്റ് 6,1, ബിയുടെ 8,2, സിയുടെ 9,4, ഡിയുടെ P,3. അപ്പൊ നമുക്ക് പി ആണ് കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. പാരലോഗ്രാം ആണെങ്കിൽ ഇതിന്റെ ഡയഗണലുകൾ ബൈസെക്ട് ചെയ്യും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളു അതിന്റെ ടെക്നിക്ക്. ഇത്ര ഉള്ളു. അതായത് ഈ നീളവും ഈക്വലായി, അതിനാണ് ബൈസെക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഈ നീളവും
ഈക്വൽ. അതാണ് ബൈസെക്റ്റീവ് എന്ന് പറയുന്നത്. പാരലോഗ്രാം ആണെങ്കിൽ ഡയഗണൽ ബൈസെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എ സിയുടെ മിഡ് പോയിന്റ് ആണിത്, ബി ഡിയുടെ മിഡ് പോയിന്റ് ആണ്. അതിനൊരു പേര് കൊടുക്കാം. ഈ പോയിന്റിന് നമുക്ക് പേര് കൊടുക്കാം. ഈ പോയിന്റിന്റെ പേര് പി എന്ന് കൊടുക്കാം. പി എന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു മിഡ് പോയിന്റ് കാണാനായിട്ട്, ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കാണാനായിട്ട് അവിടത്തെ മിഡ് പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് കാണണമെങ്കിൽ ഈ എക്സും കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അപ്പോൾ കിട്ടും. ഇതും മിഡ് പോയിന്റ് ആയത് കാരണം ഇത് ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടും. അപ്പൊ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതണം. നമ്മൾ എഴുതുന്നു ABCD പാരലോഗ്രാം ആണ്. ഇവർ പറഞ്ഞിട്ടുണ്ട് പാരലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ therefore ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ. അതായത് AP യുടെ അതേ നീളം തന്നെ ഉണ്ടാവും CP, BP യുടെ അതേ നീളം തന്നെ ഉണ്ടാവും DP. ഓക്കെ, ഇവിടെ നമ്മൾ ഈ P യുടെ മിഡ് പോയിന്റ് നമുക്ക് ഇങ്ങനെ കാണാം. ഓക്കെ, P യുടെ എക്സ് കോർഡിനേറ്റ് കാണാൻ വേണ്ടി. ഓക്കെ, P യുടെ എക്സ് കോർഡിനേറ്റ് ഓഫ് P യുടെ എക്സ് കോർഡിനേറ്റ് കാണാൻ, ഇത് മിഡ് പോയിന്റ് ആയത് കാരണം മിഡ് പോയിന്റ് ആണെങ്കിൽ EX പ്ലസ് AX/2 ചെയ്താൽ ഈ എക്സ് കോർഡിനേറ്റ് കിട്ടും. നോക്കൂ, എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു 6 പ്ലസ് 9/2 ചെയ്താൽ കിട്ടും. അതേപോലെ തന്നെ എക്സ് കോർഡിനേറ്റ് കാണാനായിട്ട് ഇതും മിഡ് പോയിന്റ് ആയത് കാരണം P പ്ലസ് 8/3 ചെയ്താലും കിട്ടും. നമുക്ക് ഇവിടെ എഴുതാം എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു P പ്ലസ് 8/2 ചെയ്താലും കിട്ടും. കാരണം ഇത് പ്ലസ് ഇത്/2 ചെയ്താലും ഈ എക്സ് കിട്ടും. കാരണം ഇതിന്റെ നടുക്കാണ് ഇത്. ഇത് പ്ലസ് ഇത്/2 ചെയ്താലും ഇത് കിട്ടും. ഇത് കാരണം ഇതിന്റെയും നടുക്കാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അതായത് ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന വാല്യൂവും ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന വാല്യൂവും ഒരു വാല്യൂ തന്നെയാണ്. അപ്പൊ നമുക്ക് എഴുതാം, ഇങ്ങനെ എഴുതാം 6 പ്ലസ് 9/2 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 9/2 ഈക്വൽ ടു P പ്ലസ് 8/2. ഓക്കെ, ഇത് 15/2 എന്ന് കിട്ടും. 15/2 ഈക്വൽ ടു P പ്ലസ് 8/2. ഈ 2 ഇങ്ങോട്ട് വരുന്നു, ഞാൻ ഇവിടെ എഴുതുന്നു. 15/2ന്റെ അടുത്തേക്ക് ഈ 2 വരുന്നു. അപ്പൊ ഇൻറ്റു 2 ഈക്വൽ ടു P പ്ലസ് 8. P കാണുവാനായി ഇത് കട്ട് ചെയ്തു പോകുന്നു. ഇവിടെ 15 മാത്രമാകുന്നു. 15ന്റെ അടുത്തേക്ക് ഈ 8 ഇങ്ങോട്ട് വരുന്നു, -8. അപ്പോൾ P യുടെ വാല്യൂ നമുക്ക് കിട്ടുന്നു 7. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. റൈറ്റ്.